കുറച്ച് മുമ്പ് കോളിഫ്ലവർ ചെടിയിൽ കോളിഫ്ലവർ ഉണ്ടാവാത്തതിൻ്റെ കാരണം തിരഞ്ഞപ്പോൾ ബോറോണിൻ്റെ കുറവാവാം എന്ന് കണ്ടിരുന്നു. അത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. ബോറോൺ ഒരു മൈക്രോ ന്യൂട്രിയൻ്റാണ്, വളരെ ചെറിയ തോതിലേ ആവശ്യമുള്ളൂ. അപ്പോൾ അതെങ്ങനെ കൊടുക്കും എന്ന് ആലോചിച്ചപ്പോഴാണ് ഓൺലൈനായിട്ട് ഇത് കണ്ടത്, വാങ്ങിച്ചു, ഇവിടെ എത്തി. ഇതൊരു ഫോളിയാർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്, ഇലകളിലാണ് തെളിക്കേണ്ടത്. ഉപയോഗിക്കേണ്ട വിധം അവിടെ പറയുന്നുണ്ട്. 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇലകളുടെ 2 വശത്തും അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് പണിയായിരിക്കും. കാരണം ഇപ്പോൾ ലെയറിങ് ചെയ്ത കോളിഫ്ലവർ ചെടി ഞാൻ ഡീപോട്ടിങ് ചെയ്ത് ഇപ്പോൾ നിലത്താണ് നിൽക്കണേ. അപ്പോൾ നിലത്തുള്ള ചെടിയുടെ ഇലകളുടെ 2 വശത്തും അടിക്കണമെങ്കിൽ ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടും. മേലെ അടിച്ചു കൊടുക്കാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനിൽ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഡ്രിപ്പ് ഇറിഗേഷനിൽ ഇതിപ്പോൾ ഏക്കറിൻ്റെ കണക്കൊക്കെ ആയിട്ടിരിക്കണേ. ഇവിടെ ഏക്കറൊന്നുമില്ല, സെൻറ്റ് പോലും ഇല്ല. അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ അത് മെയിൻ ഡ്രിപ്പ് ഇറിഗേഷൻ ടാങ്കിൽ കിട്ടാൽ എല്ലാ ചെടികൾക്കും പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്പ്രേ ആയിട്ട് അടിച്ചു കൊടുക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ബോറോൺ വളരെ ചെറിയ അളവിലേ ആവശ്യമുള്ളൂ കേട്ടോ. കൂടുതലായാലും ദോഷം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ അളവിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ ശരിക്ക് ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ പൂക്കളും പഴങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറയുമെന്നാണ് പറയണത്. പിന്നെ വേര് ശക്തിപ്പെടുത്താനും ഒരുപാട് ഉപയോഗങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ മൈക്രോ ന്യൂട്രിയൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. കൂടിപ്പോയാൽ ദോഷം വരും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ വലിയ പാക്കറ്റ് കൊണ്ട് എനിക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. കാരണം ഇവിടെ ആകെ കുറച്ച് ചെടിയേ ഉള്ളൂ. മൈക്രോ ന്യൂട്രിയൻ കണക്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ചാൻസ് ഇല്ല. എന്നാലും സാരമില്ല, ഒന്ന് പരീക്ഷിച്ച് നോക്കാം.